സംഭൂജി സദസ്സിന് നമസ്കാരം. ലഹരി എന്നും സമൂഹത്തിൽ ഒരു വിപത്ത് തന്നെയാണ്. ഇപ്രകാരം സമൂഹത്തിൽ വിപത്ത് സൃഷ്ടിക്കുന്ന ലഹരി ഒരു കുടുംബത്തിലുണ്ടായ അപകടം നിങ്ങളുടെ മുമ്പിൽ ആവിഷ്കരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലക്ഷ്മിയെ, ലക്ഷ്മിയെ, ഇനി മരുന്ന് വെക്കാറായടി. എന്തിനാ മനുഷ്യ നിങ്ങൾ ഈ കിടന്ന് തോളോർക്കുന്നേ? ഒന്ന് പതിയെ വിളിച്ചാ പോലെ. ഞാൻ ചത്തിട്ടൊന്നുമില്ല, ഞാൻ ഒരാളല്ലേ ഉള്ളു ഇവിടെ. ഇനി മരുന്നേ, എത്ര നേരമായി ഞാൻ കിടന്ന് നിങ്ങളെ വിളിക്കുന്നു. ഇനി മരുന്ന് വെക്കാറായി. ആ ചാക്കി അവൻ രാത്രി അവന്റെ മുറി വെട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്കറിയാമില്ല അവന്റെ അപ്പൻ അവനൊരു കിടതാവ് മേടിച്ച് കൊടുത്തിട്ടില്ലേ. ഞാൻ അന്നേ പറഞ്ഞതാ വേണ്ട. പറഞ്ഞ ഈ കുട്ടികൾ കേൾക്കുവോ? അതെ, അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാലഘട്ടത്തിലെ കുട്ടികളുടെ കുഴപ്പം. പണ്ടൊക്കെ കൂട്ടുകുടുംബങ്ങളായിട്ടൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ എന്തൊക്കെ കേട്ടിട്ടുള്ളതാ. അതെ, ഇന്ന് വയ്യ വയ്യ. ആരോട് പറയാനാ? ആര് കേൾക്കാനാ? ആരുമില്ല. മക്കളുള്ളതും പുറത്തു പോയേക്കും. ആരാ വരുന്നേ? ആരാ? മമ്മതാണോ? മമ്മതാണോ? ഓ, രവി പറഞ്ഞിട്ട് വരുമായിരിക്കും അല്ലേ? കേറുവാ കേറുവാ. മമ്മതേ, നീ ആ പശുവിനെ നോക്കിയിട്ട് അതിനെ എടുത്തു, എന്നിട്ട് ഒരു വിലയും താ. അല്ല മൂശ, എന്തിനാ ഇങ്ങനത്തെ ഇപ്പൊ പശുവിനെ വിൽക്കുന്നേ? ഈ പശുവിന് എന്താ കുഴപ്പം? നല്ല പാല് തന്നില്ലേ? മമ്മതെ, നിനക്ക് അറിഞ്ഞൂടെ? എനിക്കുമില്ല. ഇവക്കാണെ ദീനം മാറിയിട്ട് സമയമില്ല. നീ അതിനെ എടുത്തിട്ട് ഒരു തുകയും താ മമ്മതെ. അല്ല മൂശ, ശിവൻകുട്ടിയുടെ മോനോട് വന്നിട്ടുണ്ടല്ലോ, മനു. ആരോ പറയണ കേട്ടു. അവൻ എന്ത് ചെയ്യും പൂശ? അവൻ നോക്കത്തില്ലേതൊന്നും. അവന്റെ പറയണ്ട നമ്മളെ. ഞങ്ങളെ നോക്കാൻ പോലും അവന് വയ്യ, പിന്നെ ആ പശുവിനെ നോക്കുന്നത്. ഞാൻ തുക എനിക്ക് തരിക. ഇതെടുക്ക, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ശരി മമ്മളെ. കാശ് തന്നോളൂ എന്റെ കയ്യില്. എനിക്ക് പശുവിനെ വിറ്റ കാശ് കിട്ടണം. മനുവേ, നീ എന്താ ഇങ്ങനെ പറയുന്നേ? ഞാൻ നിങ്ങളെ നോക്കുന്ന വേലക്കാരനല്ല. ഒരു മുത്തശ്ശിയും ഒരു മുത്തശ്ശനുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ നോക്കിയിരിക്കാനല്ല എന്റെ പണി. മനുവേ, ഒരു മരുന്ന് കുത്തി വെക്കാൻ പോലും നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് പണം വേണം. എന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ എനിക്ക് പണം വേണം. തന്ന അവിടെ കിടന്ന് അയച്ചു തരുന്നത് പുലുക മാത്രമാ. എനിക്ക് കാശ് വേണം. പൈസ പൈസ. മനുവേ, നീ എന്റെ മരുന്നെങ്കിലും കുത്തിവെച്ചിട്ട് കൂടാ. വയ്യ. എനിക്ക് ഇരുട്ട് കയറുന്നു. ലക്ഷ്മിയെ, ലക്ഷ്മിയെ, എനിക്ക് ഇരുട്ട് കയറുന്നു ലക്ഷ്മിയെ. എന്താ ലക്ഷ്മി വേണമെന്നത്? എനിക്ക് പണം വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ കടത്തിൽ സോറിയില്ല മോനെ. എന്നെ ഒന്നും ചെയ്യില്ല. എനിക്ക് ചെയ്യില്ല. എടാ, എന്നെ ഒന്നും ചെയ്യില്ല. ചാകാൻ കിടക്കുമ്പോഴാ ഇങ്ങനെ സ്വർണ്ണത്താവാളായിക്കോട്ടെ. എനിക്ക് പണം വേണം. അതിന് ഞാൻ എന്ത് ചെയ്യും? ലഹരി എന്നും സമൂഹത്തിൽ ഒരു വിപത്ത് സൃഷ്ടിക്കുന്നുവെന്ന് ആദ്യം തന്നെ ഞാൻ സൂചിപ്പിച്ചു.
കുടുംബത്തിലായിക്കോട്ടെ വിദ്യാലയത്തിലായിക്കോട്ടെ ലഹരി എന്നും ഒരു വിപത്ത് തന്നെയാണ്. നന്ദി, നമസ്കാരം.